അങ്ങനെ ചോദിക്കുന്നതിന് ഡിസ്റെസ്പെക്റ്റ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിക്കണ്ടെന്ന് തോന്നിയായിരുന്നെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഒരു 8-9 വയസ്സിലാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ തോറ്റതായിരുന്നു. പല ക്ലാസ്സിലും തോറ്റുപോയി, പല കാരണങ്ങളും തോറ്റുപോകും. ഞാൻ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പ് തുറച്ചു നോക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഒറിജിനലി ഒരു ഫറൂഖ് ലക്ഷദ്വീപ് അങ്ങനെ ആകുമ്പോൾ ആ മനോഭാവം മാറി. കളിയാക്കലുകൾ ഉണ്ടോയെന്ന് പറഞ്ഞപ്പോൾ അത് വിമർശന രൂപത്തിലാകും. കളിയാക്കലുകളൊക്കെ ഉണ്ടാവാം, അതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കല്ല. ഇല്ല, പഴയ കാലം ഞാൻ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്നത്തെ കഥയിൽ കൊണ്ടല്ല, ഞാൻ ഇന്ന് അതിജീവിച്ചത് കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ പഠനവും ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ കാരണമാണ് ഞാൻ ഈ ലെവലിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ പോസിറ്റീവ് എനർജിയോട് ജീവിക്കാനാണ് ആഗ്രഹം. ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തെ വിളിച്ച് ഉറപ്പാണ്. ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിൽ എന്തിനാ ആ പാരൻസിന് ഇങ്ങനത്തെ കുട്ടികളെ കൊടുത്തു? അവരാണ് അതിൽ ഫിറ്റ് എന്ന് ദൈവം കണ്ടുപിടിച്ചതുകൊണ്ടല്ലേ. ദൈവത്തിന് 1 മിനിറ്റ് മതി ഇതുപോലെ ആക്കാൻ എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം. ഇന്ന് അവനുള്ളത് നാളെ രാവിലെ നമ്മളെ അങ്ങനെ ആക്കാം. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് അവരല്ല ഡിഫറെൻ്റ് ലെവൽ കാണുന്നവരാണ്. നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തോടും മനസ്സിനോടും ചോദിച്ചു നോക്കണം. മാറ്റി നിർത്തിയിട്ടുണ്ട്. ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ല, നോർമൽ കുട്ടി, നോർമൽ സ്കൂളിലെ അധ്യാപകനാണ് ഞാൻ. നോർമൽ സ്കൂളിലെ അധ്യാപകനായിട്ടും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവർക്കൊപ്പനേക്കാൾ കൂടുതൽ പുറത്തുള്ള ആൾക്കാർക്കൊപ്പം. ഞാൻ വെറുതെ പറഞ്ഞു, തോന്നി, എനിക്കെന്നെ മനസ്സിലാക്കി ദൈവം ഇട്ട് തന്നു. ഞാൻ പറഞ്ഞപ്പോൾ അവർ ഉമ്മ എന്നോട് പൊട്ടി കരച്ചിലിൽ സൗണ്ട് കൂടി. എന്നിട്ട് അവരെന്നോട് പറയാ, മോനെങ്ങനെ ഇത് പറയാൻ പറ്റും? എൻ്റെ മോൻ എല്ലാ ദിവസവും രാത്രി ഫാറൂഖ് ഉമ്മ എനിക്ക് മരിച്ചു തപ്പും. മരിച്ചു. എത്രാമത്തെ വയസ്സിലായിരുന്നത്? 3 വയസ്സ്. എൻ്റെ ഓർമ്മ ശരിയാണ്. കണ്ടിട്ടില്ല. കാണാത്ത ഉമ്മയെ ഊഹിക്കുന്നതിന് അപ്പുറമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹായ് ഗായ്സ്, വെറൈറ്റി മീഡിയയുടെ ഏറ്റവും പുതിയ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് ഭയങ്കര ഇൻസ്പിറേഷനായിട്ടുള്ള മോട്ടിവേഷനായിട്ടുള്ള ഒരു സ്റ്റോറി പറയാൻ വേണ്ടി, ഭയങ്കര ഒരു ജീവിതത്തിൻ്റെ കഥയാണ് സത്യം പറഞ്ഞാൽ. ഈ അതിജീവിതത്തിൻ്റെ കഥ പറയാൻ വേണ്ടി നമ്മോടൊപ്പം എന്നുള്ളത് ലക്ഷദ്വീപിൽ നിന്ന് ഉമർ ഫാറൂഖ് ആണ്. ഹായ് ഫവാസ്. എങ്ങനെ പോകണം ജീവിതം? അടിപൊളി ലൈഫ്, അടിപൊളിയാണ്, സെറ്റാണ് അടിപൊളി, അടിച്ചു പൊളിച്ചുകൊണ്ട് പോകും. ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ താങ്കളെ ഇവിടെ ഇപ്പോൾ ഈ ഒരു വെറൈറ്റി മീഡിയയുടെ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും ലൈഫിൽ ഒരുപാട് സ്റ്റേജുകൾ പല ആൾക്കാരുടെ ഒപ്പം നിൽക്കാൻ എത്തിച്ചത് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണോ? യെസ്, എൻ്റെ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. എനിക്കില്ലേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ഈ ലെവലിലേക്ക് ഇരുത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മീഡിയയിലേക്ക് ഇരുത്താൻ എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ വിദ്യാഭ്യാസം. സമൂഹത്തിൽ വിദ്യാഭ്യാസം എല്ലാം നേടുവന്നതിൻ്റെ പ്രൂഫാണ് ഇരിക്കുന്ന ഞാൻ. കാരണം വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ അങ്ങോട്ട് ജീവൻ്റെ ചെറിയ കാലം, വളരെ ചെറിയ പ്രായത്തിന്, വളരെ ഒരു 8-9 വയസ്സിലാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അത് 8-9 അത്ര പഴകാൻ കാരണം എന്താ? അത്രയും ഞാൻ എൻ്റെ പ്രായവും എൻ്റെ ജീവിതശൈലിയും അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. പഠിക്കാൻ ചേർക്കുമ്പോൾ എൻ്റെ ഏജ് എനിക്ക് 3-4 വയസ്സൊക്കെ ആയി ശരിക്കും ഒരു ഞാനാവുന്നത്. അത്ര എൻ്റെ വളർച്ചയും അതൊക്കെ അന്നോട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോബ്ലംസ് ചെറിയ പ്രോബ്ലംസ്. അപ്പോൾ അന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ചെറുപ്പത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു പയ്യനെ അത്ര കണ്ടാൽ മതി. എന്താണ് അത് ശ്രദ്ധിക്കപ്പെട്ടത്? കുറേ കാലത്തിന് ശേഷം, ഒരു 10 വർഷം അല്ലെ 10-20 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ശ്രദ്ധിക്കപ്പെടും. അതിൻ്റെ 9ാം ക്ലാസ്സിൽ വെച്ച് 9 വയസ്സിലാണോ? 9ാമത്തെ വയസ്സിലാണ്. 9ാമത്തെ വയസ്സിലാണ്, അതായത് LKG പഠിക്കാൻ 1ാം ക്ലാസ് പഠിക്കാൻ വന്നത്. അന്ന് ആ ഒരു പഠനം തൊട്ടുള്ള ജീവിതത്തിനെ പറ്റി ഒന്ന് പറയാമോ? ശരിക്കും ഓർത്തെടുത്ത് പറയുന്നത് അപ്പുറമാണ് അന്നത്തെ ജീവിതം. പഠിച്ചല്ലോ, അന്നത്തെ പഠന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അന്ന് മുതൽ വളരെ ചെറിയ 5-6 കൊല്ലം അവിടെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം കേരളത്തിലേക്ക് വളരെ ചെറിയ ക്ലാസ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിലാണ് പഠിച്ചത്. 5-6 കൊല്ലം നാട്ടിൽ പഠിച്ചിട്ട് ശേഷം കേരളത്തിലാണ് പഠിക്കുന്നത്. കേരളത്തിൽ വന്നു. കേരളത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? കേരളത്തിൽ ഈ മേഖലയിൽ വിദ്യാഭ്യാസം കൂടുതൽ പ്രാധാന്യത്തോടെ കൊടുക്കുന്ന സ്ഥലം കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വന്നു. അപ്പോൾ ഈ ചെറുപ്പകാലത്ത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും ഈ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ബ്രോക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? എന്താണ്? അവരെ ചേർത്ത് പിടിക്കുക, അവരെ കൂടെ ചേർക്കുക. അവർ അവർക്കും നമ്മളെപ്പോലെ പഠിച്ചവൻ അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ അവസരം കൊടുത്താണ്. ജനിക്കാനുള്ള അവസരം കൊടുത്തു, ജീവിക്കാനുള്ള അവസരം കൊടുത്തു. അവരെ നമ്മളോട് കൂടെ ചേർത്ത് കൂട്ടിച്ചേർത്ത് അവർക്കൊപ്പം നിർത്തി അവരെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കുക. അത്രമാത്രമേ ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മളൊക്കെ കാണുമ്പോൾ പാവം, അയ്യോ, ആ മനോഭാവം മാറ്റിയെടുത്തിട്ട്
അവർ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, അങ്ങനത്തെ ഒരു മനോഭാവത്തിൽ കാണുക, അത്രേ ഉള്ളൂ. ചെറുപ്പത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും കളിയാക്കലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ? കളിയാക്കലുകൾ ഉണ്ടോയെന്ന് പറഞ്ഞപ്പോൾ അത് വിമർശന രൂപത്തിലാവും. കളിയാക്കലുകളൊക്കെ ഉണ്ടാവാം. ഇന്ന് ഞാനത് ഓർത്തെടുക്കുന്നില്ല പല കാര്യങ്ങളും. അതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കല്ല. ഇല്ല, പഴയ കാലം ഞാൻ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പുതിയ ലെവലിലേക്ക് ഈ രാജ്യത്തിൽ എന്നെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ അന്നത്തെ കഥയിൽ കൊണ്ടല്ല, ഞാൻ ഇന്ന് അതിജീവിച്ചത് കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ പഠനവും ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ കാരണമാണ് ഞാൻ ഈ ലെവലിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ പോസിറ്റീവ് എനർജിയോട് ജീവിക്കാനാണ് ആഗ്രഹം. അപ്പോൾ 9ാം ക്ലാസ്സിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പഠിക്കാൻ വന്നു. അതിന് ഇവിടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതിനൊക്കെ അതിജീവിച്ച് ഇന്ന് ഈ ഒരു പൊസിഷനിലെത്തി. ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷം. ഇത്രയൊക്കെ എനിക്ക് പറ്റുമെന്ന് എന്നെ തെളിയിച്ചു എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടും. ഞാൻ എടുത്ത റിസ്കിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ വാല്യൂ എന്താണെന്ന്. ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ റിസ്ക് എന്തായിരുന്നു? അടുത്ത കാലഘട്ടത്തിൽ ഞാൻ തോറ്റതായിരുന്നു, പല ക്ലാസ്സിലും തോറ്റു. അപ്പോൾ തോൽക്കുമ്പോഴും പല കാരണങ്ങളും തോറ്റുപോകും. ഞാൻ തോറ്റിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ തോറ്റിട്ടുണ്ട്. 6, 7, 8, 9 തോറ്റിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായി തോറ്റ എനിക്ക് ഇത്രയൊക്കെ നേടാൻ പറ്റുന്ന, ജയിക്കാൻ പറ്റുന്ന കുട്ടികളെ എവിടെ വരെ ജയിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ഒരു ഷാരിക IAS ഇല്ലേ, ലേഡി, ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞ്, സെർബൽ പ്രോളസി CP, ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ IAS ഒരു ലേഡി, മലയാളിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരം കൊടുത്തപ്പോൾ അവർ IAS ആയി. അപ്പോൾ അതൊക്കെ ഒരു നല്ല പോസിറ്റീവാണ്, ഒടുക്കത്തെ പോസിറ്റീവ്. അപ്പോൾ അത്രേ ഉള്ളൂ. വിദ്യാഭ്യാസം എല്ലാവർക്കും, ഭിന്നശേഷി കുട്ടികൾ, അവളെ രക്ഷിതാക്കളും രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളോടും ഒക്കെ പറയാനുള്ള, അവരെ പഠിപ്പിക്കുക. അവരിൽ എന്തോ ഒരു പ്രത്യേക കഴിവുണ്ട്, അത് കണ്ടെത്തുക. ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ വെളിച്ചം ഉറപ്പാണ്. നമ്മുടെ ദൈവത്തിൻ്റെ വെളിച്ചമാണ് സംശയം. ഇപ്പോൾ നമ്മൾ പലർക്കും താരതമ്യം ചെയ്യണം. നമ്മൾ അടുത്തുള്ള ഒരു പാരൻസിന് നമുക്കില്ലാത്തൊരു കുട്ടി, അങ്ങനത്തെ ഒരു കുട്ടി ആ പാരൻസിന് എന്ത് കൊടുത്തു, എന്തിനാ കൊടുത്ത്? അവരതിന് ഫിറ്റാണ്, നമ്മൾ ഫിറ്റില്ല. അവരത് ക്ഷമ കൊണ്ടും അല്ലെങ്കിൽ അവരെ വളർത്തിയെടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഈ പാരൻസിനേ ഉള്ളൂ എന്ന തിരിച്ചറിവ് മറ്റു പാരൻസിന് ഉണ്ടാവണമെന്നാണ്. അത് മാത്രം ചിന്തിച്ചാൽ ഇങ്ങനെ, അതായത് ഇപ്പോൾ ഒരു ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടിയുടെ പാരൻസിനെ, അതായത് ഇപ്പോൾ ഈ ഒരു ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസിനെ നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ എന്തോ ഒരു വൃത്തികെട്ട മനോഭാവത്തോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു കുട്ടികളെ ഒരു വൃത്തികെട്ട മനോഭാവത്തോടുകൂടി നോക്കിക്കാണുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഭയങ്കര മോശമല്ലേ? കാരണം ഇത് എല്ലാവരും ഈ ഭൂമിയിൽ എല്ലാവർക്കും ആസ്വദിക്കാനും അവർക്ക് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ബുദ്ധിമുട്ടുള്ളവനും ഇല്ലാത്തവനും, പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും ഒക്കെ ജീവിക്കാൻ അവകാശം. അപ്പോൾ അവർ ആ മനോഭാവത്തിൽ ദൈവത്തിന് 1 മിനിറ്റ് മതി ഇതുപോലെ ആക്കാൻ എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം. ഇന്ന് അവനുള്ളത് നാളെ രാവിലെ നമ്മളെ അങ്ങനെ ആക്കാം. ഒരു ചെറിയ ആക്സിഡൻറ്റ്, 2 കാല് പോകാനോ 2 കൈ പോകാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. എല്ലാം ഉള്ളവൻ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് അവരല്ല ഡിഫറൻ്റിലേ എവിടെ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു ഇതിൽ അഭിമുഖം നടത്തിയപ്പോൾ പറഞ്ഞത്, ഈ ബസ്സുകളിലൊക്കെ എഴുതി വെക്കുന്നതിനെ അന്ധന്മാർ, വികലാംഗർ, ഇതൊക്കെ തെറ്റാണ്. കണ്ണ് കാണാത്ത ഒരാൾ വന്നാൽ കണ്ണ് കാണുന്നവർ അവിടെ ഇരിക്കുന്ന നോർമൽ ആൾക്ക് അവർ എണീറ്റ് നിന്ന് കൊടുത്താൽ പോരെ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ആ മനോഭാവം എന്നിലുണ്ട്. പകരം ഇരിക്കുന്നവരിരിക്കട്ടെ, നിൽക്കുന്നവർ നിൽക്കട്ടെ എന്ന മനോഭാവം ഇന്ന് മലയാളികളുടെ ഇടയിൽ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് 10-20 കൊല്ലം മലയാളികൾ ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി മുൻപോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കും. അതോ മലയാളികൾ പുറകോട്ടാണോ? സത്യം പറഞ്ഞാൽ പക്ഷേ വിമർശനാത്മകമായി ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട് ഞാൻ പറയാം, രാജ്യത്തെ എല്ലാവരും പറയുന്നത് മലയാളീസാണ് മുമ്പിലെന്ന്. അത് തെറ്റാണ്. ഇതിനേക്കാൾ എൻ്റെ കാഴ്ചപ്പാട് കുറച്ചും കൂടി ഗോവയിലും ഡൽഹിയിലൊക്കെ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട് പല കാര്യങ്ങളും. അത് വിമർശിക്കുന്നതല്ല, ഞാൻ കണ്ടതാണ്. രാജ്യത്ത് പല സ്ഥലത്തും കറങ്ങിയതിൻ്റെ എക്സ്പീരിയൻസ്. ഞങ്ങളൊക്കെ ദ്വീപിൽ, നിങ്ങൾ ബസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷിപ്പാണ് യാത്ര. ഒരു ഫിസിക്കലി ചാലഞ്ചിന് 2 കാലില്ലാത്തവൻ നെടുക്കടലിൽ പോയി എങ്ങനെ കപ്പലിൽ കയറും? അവരും യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യണം, പഠിക്കണം, ആരോഗ്യം നോക്കണം, അവർക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേരളവുമായിട്ടാണ്. ഞങ്ങൾ ചെറിയ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കേരളവുമായിട്ടാണ് ഞങ്ങളുടെ ബന്ധം. അപ്പം ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ എവിടെ കനിഞ്ഞേക്കണം? കേരളം കനിഞ്ഞേക്കണം. ആ കേരളത്തിനെ വിമർശിക്കുന്നതല്ല, കുറച്ചും കൂടി പോസിറ്റീവായിട്ട് കുറേ സ്ഥാപനങ്ങളുണ്ട്, ഭിന്നശേഷി സ്കൂളുകളും അങ്ങനത്തെ കുറേ ചാരിറ്റി പ്രവർത്തനം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആ ചാരിറ്റികളിൽ വ്യക്തമായി അത് ശരിക്കും അത് എഫക്റ്റീവാണോ എന്ന ചോദ്യമാണ് എൻ്റെ ഇതിനകത്ത് പറയാനുള്ളത്. അതായത് കിട്ടേണ്ട പോലെ കിട്ടണം. അതെ,
അതായത് കിട്ടേണ്ടവർക്കും കിട്ടല്ല, അല്ലെങ്കിൽ ഇപ്പോൾ പാരൻസിനാണെങ്കിലും കുറേ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സീനറിയോസിൽ പാരൻസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഭയങ്കര റോൾ, അതായത് ഒരു ഡിസേബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക, അവരെ മോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ലോകത്തിന് പ്രിപ്പയർ ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉമ്മറിനെ ആണെങ്കിലും ആരോ ഒരാൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വളർത്തി ആ ഒരു സാധനമൊക്കെ തന്ന് അതുകൊണ്ടാണ് ഈ ഒരു നിലയിലെത്തിയതെന്ന് തോന്നിയിട്ടുണ്ടോ? 100%. എൻ്റെ പാരൻസിന് അന്ന് എന്നെ കേരളത്തിൽ വിട്ട് പഠിപ്പിക്കാൻ തോന്നിയത്. ഞങ്ങൾ കേരളത്തെ കരയെന്നാണ് പറയാം. അല്ല, ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. അതിപ്പോൾ അന്ന് പാരൻസ് അവൻ പഠിപ്പിക്കണ്ട, അവൻ വീട്ടിലിരുന്നോട്ടെ, എന്താ എൻ്റെ കൊച്ചിന് ഇങ്ങനെ കുറച്ച് കുറവുകളുണ്ട്, ഞാൻ അങ്ങനെ ചോദിക്കുന്നതിന് ഡിസ്റെസ്പെക്റ്റ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുകളുണ്ട് അല്ലെങ്കിൽ അവൻ പഠിക്കണ്ടെന്ന് തോന്നിയായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നോ? ചിന്തിക്കുന്നതിനപ്പുറമാണ്. എന്നെക്കാൾ ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ പഠിപ്പിക്കാത്തൊരു കുട്ടിയെ താരതമ്യം ചെയ്ത് ഇന്ന് അവൻ അനുഭവിക്കുന്നതൊന്ന് താരതമ്യം ചെയ്താൽ മനസ്സിലാവും. അതിനപ്പുറമാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാരൻസ് വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല, എന്നിട്ടും എന്നെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ കാണിച്ച മിടുക്ക്. എൻ്റെ മോൻ പഠിക്കണം, എൻ്റെ മോൻ പഠിച്ചാലേ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, സമൂഹത്തിൽ ഉയർന്ന പോസ്റ്റിലേക്ക് എത്താൻ പറ്റൂ. അതാണ് ഞാൻ മാതൃകയാവുന്നത്. എന്നെ പഠനമാണ് എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചത്. എൻ്റെ പാരൻസിലുള്ള അതേ റോൾ എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ട്. നല്ല ഫ്രണ്ട്സ്, കട്ട സപ്പോർട്ടുള്ള കുറേ ചങ്ക് ഫ്രണ്ട്സ്. പേരെടുത്ത് പറയുന്നതിന് അപ്പുറമാണ് എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ. ഞാൻ എവിടെ പോയാലും നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോൾ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സായാലും കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ജീവിതത്തിലെ എല്ലാത്തിനും വൈകാട്ടിയ ഫ്രണ്ട്സ്. എൻ്റെ ജീവിതത്തിൽ വന്ന ഫ്രണ്ട്സിനെ ഞാനൊന്നും ഒഴിവാക്കിയിട്ടില്ല, കൂടെ ചേർത്ത് പിടിക്കലാണ് എപ്പോഴും, ഏത് സമയത്തും. അന്നുള്ള ഫ്രണ്ട്സ് ഇന്നും ഉണ്ട്. 20 കൊല്ലം 25 കൊല്ലം പഴക്കമുള്ള ഫ്രണ്ട്സ് ഇന്നും കൂടെ. അതേ ഫ്രണ്ട്സിന് അതേ ലെവലിൽ തന്നെ ഞാൻ അവാർഡ് കിട്ടി അല്ലെങ്കിൽ HDയിൽ ഇലക്ഷൻ അയക്കണം എന്നതിലപ്പുറം ഞാനൊരു സാധാ ഒരു ഫാറൂഖ് ഈ ലെവലിലെത്താൻ എന്നെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടപെടലും ആ കൂട്ടിപ്പിടിച്ചില്ലേ, അതിൻ്റെ വാല്യൂ എത്രയെന്ന് പറയാൻ അപ്പുറമാണ്. എപ്പോഴും എൻ്റെ കൂടെ ഒരു 3-4 ഫ്രണ്ട്സ് എന്നും ഉണ്ടാവും, എവിടെ സഞ്ചരിച്ചാലും. എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളൊന്നാണ്. ആ ഫ്രണ്ട്സിനോടൊന്ന് കടപ്പെട്ടിരിക്കുന്നു. അവരാണ് എന്നെ ഈ ലെവലിലേക്ക്. അവരുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻസ്പിറേഷൻ ഭയങ്കരമായിട്ട് ഉണ്ടെന്നുള്ളത്. അവരെന്നെ കളിപ്പിക്കും, ക്രിക്കറ്റ് കളിപ്പിക്കും, ഞാൻ ഫുട്ബോൾ കളിക്കും, അതൊക്കെ കളിപ്പിച്ച ഫ്രണ്ട്സാണ്. ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല കൂട്ടുകാർ? ഇല്ലല്ലോ. ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ഞാൻ വേറെ പുറത്ത് ഒരാൾ കാണുമ്പോൾ ഇവൻ ക്രിക്കറ്റൊക്കെ കളിക്കും. അപ്പോൾ എന്നെ ക്രിക്കറ്റൊക്കെ കളിപ്പിച്ച എൻ്റെ ഫ്രണ്ട്സാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അത് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും, എവിടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതം കാണുമ്പോൾ? യഥാർത്ഥത്തിൽ അത് പറഞ്ഞാൽ വിമർശനമാവും. എന്നിരുന്നാലും നമ്മളെ സ്വന്തം ശരീരത്തോടും മനസ്സിനോടും ചോദിച്ചു നോക്കണം, മാറ്റി നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലൂടെ ഭിന്നശേഷി കുട്ടികൾ എത്ര തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഈ സമൂഹത്തിന്. ഏതൊക്കെ ലെവൽ ഇപ്പോൾ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു സിവിൽ സർവീസിന് കേരളത്തിന് എത്ര കൊല്ലം മുമ്പ് കിട്ടാമായിരുന്നു. അത് മാത്രം ചിന്തിച്ചാൽ പോരെ. ഒരു IAS ഇപ്പോൾ വന്നു കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ്. കേരളത്തിൻ്റെ ഒരു IAS വന്നത് ഇപ്പോൾ ഈ കാലഘട്ടം 2024. ഏതിനും എത്ര വർഷം ഒരു ലോകം ഒരു CP ആണ്, സെർബൽ പാൾസിയുള്ള ഒരു ഭിന്നശേഷി ലേഡി കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഈ അടുത്ത് ശാരിക വന്നത് എത്രയോ കാലം മുമ്പ് അങ്ങനെ ഒരു ശാരികമാർ വരേണ്ടതായിരുന്നു. അത്രയേ ഉള്ളൂ. ഒരുപാട് ശാരികമാരും ഒരുപാട് ഉമർ ഫാറൂഖുമാരും വരണ്ടേ ആർന്നു. പക്ഷെ ഇപ്പോഴും ഒരു ഉമർ ഫാറൂഖും ഒരു ശാരികയും വന്നിട്ടുണ്ട്. അതാണ് അതുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം ഫാറൂഖ് വന്നതല്ല, ഫാറൂഖിനേക്കാൾ എത്രയോ ക്വാളിഫൈഡുള്ള, എത്രയോ ക്വാണ്ടിറ്റിയുള്ള, എത്രയോ പൊട്ടൻഷ്യലുള്ള കുട്ടികൾ ഈ സമൂഹത്തിലുണ്ട്. അവരൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ വരുമായിരുന്നു. ഇപ്പോൾ ഫാറൂഖിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഉമർ ഫാറൂഖിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഹെലൻ കെല്ലർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ യൂത്ത് ഐക്കൺ കിട്ടിയിട്ടുണ്ട് മറ്റേ ലക്ഷദ്വീപിലെ. അപ്പോൾ അങ്ങനെ കുറേ അച്ചീവ്മെൻറ്റ്സ് ഉമർ ഫാറൂഖിനെ തേടി വന്നിട്ടുണ്ട്. ആ ഒരു അച്ചീവ്മെൻറ്റ്സ് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുപ്പത്തിൽ കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ ഈ ഒരു ഞാനിങ്ങനെ എത്തും, അല്ലെങ്കിൽ ഒരു നാൾ എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തുമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്? സ്വപ്നത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു മൂമെൻറ്റിലേക്ക് ഞാനൊരു സാധാരണ ഒരു അധ്യാപകനായി ലൈബ്രറിയനായി കഴിഞ്ഞു പോകേണ്ട വ്യക്തിയാണ്. പകരം ഞാൻ ഒരു ഡിഫറെൻ്റ് ലെവൽ ആയതുകൊണ്ടാണ് ആ സമൂഹത്തെ ഏറ്റെടുത്തത്. ഭിന്നശേഷി സമൂഹത്തെ ഏറ്റെടുക്കുകയും അവർക്കൊപ്പം നിന്നുകൊണ്ട് വർക്ക് ചെയ്തത്. കാരണം എൻ്റെ പ്രത്യേകിച്ച് ഞാൻ ഒരു അധ്യാപക സർക്കിളിൽ നിന്ന് ചിന്തിക്കാതെ ഒരു അധ്യാപകനായി കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരായിട്ട് പോലും കൂടുതൽ സമയവും ഞാൻ ഭിന്നശേഷിക്കാർക്കൊപ്പം അവരുടെ രക്ഷിതാക്കൾക്കൊപ്പം അവർക്കൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. അത് ഇന്നും എന്നും എന്ത് അവാർഡ് കിട്ടിയാലും എന്ത് ഐക്കനായാലും ഇപ്പോഴും ആഗ്രഹിക്കുന്ന അതാണ് എൻ്റെ
ലൈഫ് സ്റ്റൈൽ. അത് തന്നെയാണ് എൻ്റെ വിജയം. അവരെ കൂട്ടിപ്പിടിച്ചതും കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ തരത്തിലേക്ക്, ഈ മൂവ്മെൻറ്റിലേക്ക് ഞാൻ എത്തിയത്. അതിനെ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പം എന്തൊക്കെ മൂമെൻറ്റ്സിൻ്റെ ഭാഗമാണ് ഫാറൂഖ്? അതായത് എനിക്കുണ്ടായത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച് ബാക്കിയുള്ളവർക്ക് അനുഭവിക്കരുതെന്നുള്ളൊരു തോന്നലാണോ ഇപ്പോൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്സിൻ്റെ? അടുത്തത് വിദ്യാഭ്യാസ മൂവ്മെൻറ്റ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു സ്കൂൾ ലക്ഷദ്വീപിൽ വേണം. ഇപ്പോൾ ഒരു കെയർ സെൻ്റർ ഉണ്ട്, ചക്കര ഫോർ ഡേ കെയർ ആൻഡ് റിഹാബിലിറ്റേഷൻ. അതുപോലെ ദ്വീപിൻ്റെ കണ്ടീഷൻ, ഒരു ദ്വീപിൽ നിന്ന് ഒരു ദ്വീപിലേക്ക് 4 മണിക്കൂർ യാത്ര ചെയ്യണം കപ്പലിൽ. അത്രയും ലോങ് ആണ്. ഒരു ദ്വീപിൽ നിന്ന് ഒരു ദ്വീപ് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ദ്വീപിലുണ്ടാക്കി സ്കൂൾ കൊണ്ട് മറ്റു ദ്വീപിലുള്ള ആളുകൾക്ക് ചാൻസ് ഇല്ല. അവർക്ക് വേറെ സ്കൂൾ തന്നെ ഉണ്ടാക്കണം. ഇപ്പം 10 ദ്വീപെങ്കിൽ 10 ദ്വീപിലും സ്കൂൾ ഉണ്ടാക്കണം. ആ മൂവ്മെൻറ്റിലേക്ക് ദ്വീപിലെ മുഴുവൻ ഭിന്നശേഷിക്കാരെയും ഒരു സ്പെഷ്യൽ സ്കൂൾ സ്വപ്നത്തിലേക്ക് ഞാൻ പോകുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ പദ്ധതി. രണ്ടാമത് അവരനുഭവിക്കുന്ന യാത്രാ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, കപ്പൽ യാത്ര ചെയ്യുന്നത് എന്നെപ്പോലെ ഫിസിക്കലി അത്ര ബുദ്ധിമുട്ടില്ല. സാധാരണക്കാർക്ക് ദ്വീപിലെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിലും ഒരു ഭിന്നശേഷിക്കാരൻ, ഒരു ഫിസിക്കലി ചാലഞ്ചിട്ടുള്ള ആളുകളെ എങ്ങനെ യാത്ര ചെയ്യും? അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ പർപ്പസിനുണ്ടെങ്കിൽ ദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വരണം, പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണം, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ഇങ്ങോട്ട് വരണം. അങ്ങനെയെങ്കിൽ അവരെങ്ങനെ യാത്ര ചെയ്യും? അവരെങ്ങനെ ജീവിച്ചു പോകും സമൂഹത്തിൽ? അത്രമാത്രമേ ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. ശരി പറഞ്ഞാൽ ഫാറൂഖ് അനുഭവിച്ച കാര്യങ്ങൾ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു ഇതിന്, ഈ ഒരു തോട്ട് പ്രോസസ്സിനെ? എനിക്ക് പോസിറ്റീവാണ്. എന്നെ എല്ലാവരും നോക്കുന്നുള്ള അഹംഭാവം എനിക്ക് എപ്പോഴും ഉണ്ട്. ഫവാസിനെ നോക്കുന്നതിനേക്കാൾ എന്നെ എല്ലാവരും നോക്കുന്നുള്ള അഹംഭാവം എൻ്റെ ഉള്ളിലുണ്ട്. മുമ്പ് തുറിച്ച് നോക്കല്ലേ, ഇപ്പോൾ തുറിച്ച് നോക്കല്ലേ, ഇപ്പോൾ ശരിക്കും നോക്കാൻ. കാരണം എല്ലാവർക്കും ഈ ഫേസ് അറിയപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ മുമ്പ് തുറിച്ച് നോക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഒറിജിനലി ഒരു ഫാറൂഖ് ലക്ഷദ്വീപ് അങ്ങനെ ആകുമ്പോൾ ആ മനോഭാവം മാറി. എന്നാ വേറൊരു മനോഭാവത്തിൽ നോക്കുന്നതിനപ്പുറം നല്ലൊരു മനോഭാവത്തിലേക്ക്. ഒരു ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ മൊത്തം കളറല്ലേ. അതെ, അതിന് ഭയങ്കര ഹാപ്പിയാണ്. സ്വയം ഇപ്പം ഫാറൂഖ് പറഞ്ഞു ഇങ്ങനെ ഞാൻ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്താത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവരെ പോസിറ്റീവ് മൈൻഡിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ പൊതുസമൂഹം ഏറ്റെടുക്കണം. അവരുടെ രക്ഷിതാക്കൾ, എൻ്റെ മോനിലും എൻ്റെ മോൾക്കും എന്തോ കഴിവുണ്ട്, ആ കഴിവ് അവർക്കേ തിരിച്ചറിയാൻ പറ്റും. അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കഴിവ് കണ്ടെത്തുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ ആ കുട്ടിയെ വളർത്താനുള്ള മൂവ്മെൻറ്റ് രക്ഷിതാക്കളും പൊതുസമൂഹവും എല്ലാവരും, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖല എല്ലാവരും ഇടപെടൽ നടത്തണം. കാരണം ഒരു സാധാരണ കുട്ടി കൊടുക്കുന്നതിന് ഒരു ശതമാനമെങ്കിൽ അതിൻ്റെ ഡബിൾ സ്നേഹം അവന് വാരിക്കോരി കൊടുക്കണം. എന്നാൽ മാത്രമേ എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിലെ എന്നെ സ്നേഹിച്ച എൻ്റെ പാരൻസ്, എൻ്റെ അധ്യാപകർ, ഞാൻ തോറ്റ ആളെന്ന് പറഞ്ഞില്ലേ വളരെ ചെറിയ പ്രായത്തിൽ തോറ്റത് മനോഭാവത്തോട് ഇക്കാലത്ത് പറയാൻ പറ്റുന്നത് എൻ്റെ കോൺഫിഡൻ്റ് ആണ്. അപ്പം തോറ്റവനാണ് ജയിച്ച് കയറിയതെങ്കിൽ എന്നെക്കാൾ എത്രയോ തോൽക്കാത്ത കുട്ടികൾ ഈ സമൂഹത്തിടെയുണ്ട്. അവർക്ക് ജയിച്ചു കയറാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും 100%. എല്ലാവർക്കും ഏബിൾഡ് ആണ്. ഇപ്പം ഞാൻ ഫവാസ് ആണ് ഇവിടെ കാണുന്ന എല്ലാവരും ഏതോ തരത്തിൽ ചെറിയ പ്രശ്നമുണ്ട് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവും. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഈ കുട്ടികളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സ്കൂളിലെ കുട്ടികൾ, ഞാൻ കവർത്തി ഹൈസ്കൂളിലെ ഒരു അധ്യാപകനാണ്. അപ്പം കുട്ടികളോട് നല്ല ബന്ധമാണ്. ഞാൻ ഭയങ്കര കമ്പനിയാണ്. അവരോട് കളിക്കും. അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിലൊക്കെ അവരോടൊപ്പം നിന്നു. ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ല, നോർമൽ കുട്ടികൾ. നോർമൽ സ്കൂളിലെ അധ്യാപകനാണ് ഞാൻ. നോർമൽ സ്കൂളിലെ അധ്യാപകനായിട്ടും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവർക്കൊപ്പനേക്കാൾ കൂടുതൽ പുറത്തുള്ള ആൾക്കാർക്കൊപ്പം, ഭിന്നശേഷി സുഹൃത്തുക്കൾക്കൊപ്പം. അതാണ് എൻ്റെ വിജയം. അവരുടെ ഒപ്പം എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവം? അവിടെ ഒരു ഉത്സവം ഗവൺമെൻറ് കൊണ്ടുവരുന്നു, സ്മാർട്ട് ഉത്സവം. അതിൽ എല്ലാ ദ്വീപിലെ കുട്ടികളെ യോജിപ്പിച്ച് പരിപാടികളാണ്. അപ്പോൾ ദ്വീപിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടത്തുന്ന പ്രോഗ്രാംസ് ആണ് ഭിന്നശേഷിക്കാർക്ക്. 2018. അതിൽ ഫാറൂഖ്, ഞാനൊരു അസിസ്റ്റന്റ് കോർഡിനേറ്ററൊക്കെ ആയിരുന്നു. ചെറിയ പോസ്റ്റിൽ കോർഡിനേറ്റ് ചെയ്യാൻ നടന്നിരുന്നു. അന്ന് കണ്ട ഒരു വീടിൻ്റെ അകത്ത് നിന്ന് എല്ലാവരും പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതിൽ ഇവരുടെയൊക്കെ പോസിറ്റീവ് എനർജി എന്തുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ അടക്കപ്പെടുന്നു എന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരണം. പൊതുസമൂഹത്തിൽ പല പരിപാടികൾക്ക് സാധ്യത ഉണ്ടാക്കണം. അവർ നമ്മുടെ ഭാഗമാക്കുക, കൂടെ ചേർക്കുക, കൂട്ടിപ്പിടിക്കുക. എല്ലാവരോടും ഞാൻ പറഞ്ഞു ചേർത്ത് പിടിക്കുക, ഒന്നിച്ച്
ചേർത്ത് പിടിക്കുക, എല്ലാവരും അവരെയും ഭാഗമാക്കുക. ഇത് എത്രമാത്രം ഇതിൻ്റെ അത് പറയാം. ഈ പരിപാടി നടത്തിയപ്പോൾ എന്തെങ്കിലും പിള്ളേരൊക്കെ ആയിട്ട് എന്തെങ്കിലും ഇൻട്രാക്ഷൻ നടത്തിയപ്പോൾ അങ്ങനെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും, അതായത് എന്നെ പോലെ ആവും ഏതെങ്കിലും പൊസിഷനിലെത്തുമെന്ന് തോന്നിയ ഏതെങ്കിലും കുട്ടികൾ ആരും ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ അവിടുത്തെ ഇപ്പോൾ ഇത് അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് പി ബർക്കത്തുള്ള സാഹിബ് നല്ല ഗായകനാണ്. ദ്വീപിൽ എണ്ണപ്പെട്ട ഗായകന്മാരിൽ ഒരാളാണ്. അദ്ദേഹം വീൽ ചെയറിലാണ്, അദ്ദേഹം 3 വീലർ വണ്ടിയിലാണ് ഓടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ദ്വീപിൽ നിന്ന് മറ്റു ദ്വീപിലേക്ക് സഞ്ചരിക്കുന്ന ആളാണ്. ലക്ഷദ്വീപിലെ ഈ ഭിന്നശേഷി സംഘടനകളെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ മികച്ച റോള് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലത്തെ ആളുകളെ ആ പോസിറ്റീവ് എനർജി അദ്ദേഹത്തെ പോലത്തെ ആളുകൾക്ക് എന്തുകൊണ്ട് അവസരം കിട്ടിയിട്ടില്ല എന്ന ചോദ്യം പൊതുസമൂഹത്തോട് ചോദിക്കും. അല്ലെങ്കിൽ വേറൊരു മനോഭാവമാണ്, ഇവർക്ക് കുറച്ച് ഈ സംസാരം കൂടുതലായിരിക്കും, എന്തെങ്കിലും ഒരു കഴിവില്ലെങ്കിൽ വേറൊരു കഴിവ് ദൈവമാണ്. അപ്പോൾ അവരുടെ ഫീലിംഗ് ആണ് ആ സംസാരത്തിലൂടെ അവർ കാണിക്കുന്നത്. അങ്ങനെയുള്ള ബർക്കത്തിനെ പോലെയുള്ള ആളുകൾക്ക് അവസരം കിട്ടാതെ പോയത് വളരെ സങ്കടം. ഞാനടക്കമുള്ള സമൂഹത്തിൽ ഉന്നത പോസ്റ്റിലിരിക്കുന്ന വ്യക്തികൾ അടക്കമുള്ള ആളുകളോടും ഞാനടക്കം എന്നെ ആദ്യം കുറ്റപ്പെടുത്തുന്നു, അതിന് ക്ഷമ ചോദിക്കുന്നു. ഈ സൊസൈറ്റി നമ്മളെ മാറ്റി നിർത്തപ്പെടുമ്പോഴും നമ്മളെ പാരൻസ്, 2 പാരൻസും 2 കൂട്ടുകാരും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ കയറി വരാൻ പറ്റും. എന്താ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. 10, 20, 25 കൊല്ലം ബാക്കിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഇന്നും എൻ്റെ കൂടെ പിടിക്കുന്നു. അന്നും ഞാൻ ഒന്നുമില്ലാത്ത സമയത്തുള്ള അതേ ഫ്രണ്ട്സ് ഇന്നും എൻ്റെ കൂടെ ഒന്നിച്ച് നടക്കുന്നുവെങ്കിൽ അന്ന് എന്നെ അവർ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയത്. കഴിഞ്ഞ കുറേ ദിവസം അല്ലെങ്കിൽ ഒരു 3 മാസം ഈ അവാർഡിന് ശേഷം പല പരിപാടിക്കും പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. പ്രത്യേകിച്ച് കേരളത്തിലെ പല പരിപാടിക്കും എന്നെ വിളിക്കാറുണ്ട്, ക്ഷണിക്കുന്നു. ഞാൻ എത്ര ദൂരത്തായാലും ദ്വീപിൽ നിന്ന് കയറി വന്ന് പരിപാടിക്ക് പങ്കെടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ 3-4 ഭിന്നശേഷി സ്കൂൾ പങ്കെടുത്തപ്പോൾ അവരുടെ രക്ഷിതാക്കളിൽ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ പാരൻസിലേക്ക് ഞാൻ പ്രസംഗിക്കുന്നതിന് പകരം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോളുടെ ഉമ്മ കരഞ്ഞ പോലെ. അപ്പം ഞാൻ പറഞ്ഞു, ഈ മോൾ നല്ല വരക്കും. ഞാൻ കണ്ട അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വെറുതെ പറഞ്ഞു, തോന്നി, എനിക്കെന്നെ മനസ്സിലാക്കി ദൈവം ഇട്ട് തന്നു. ഞാൻ പറഞ്ഞപ്പോൾ അവർ ഉമ്മ എന്നോട് കരച്ചിലിൻ്റെ സൗണ്ട് കൂടി. എന്നിട്ട് അവരെന്നോട് പറയുക, മോനെങ്ങനെ ഇത് പറയാൻ പറ്റും? എൻ്റെ മോൻ എല്ലാ ദിവസവും രാത്രി മോള് ഉറക്കൊഴിഞ്ഞൊക്കെ വരക്കലുണ്ട് പോലും, നല്ലോണം വരക്കും. ഉമ്മാണെങ്കിൽ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കുറേ കുട്ടികൾ ഈ സമൂഹത്തിടെ ഉണ്ട്. അവരുടെ കഴിവ് യഥാർത്ഥത്തിൽ തിരിച്ചറിയാം. അന്വേഷിക്കണില്ല, ഇല്ല, ആർക്കും അറിയാൻ വേണ്ട, അവരെ ഇങ്ങനെ ഫോട്ടോ അവരങ്ങനെയാണ്, അവരങ്ങനെ ജീവിച്ചാൽ മതി. അതൊന്ന് മാറ്റിയെടുക്കണം. അതൊന്ന് മാറ്റിയെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ കഴിവ് എന്തോ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് കണ്ടെത്തുക, തിരിച്ചറിയുക. അത് ആർക്ക് പറ്റും, അവനാണ് അവൻ്റെ റോൾ മോഡൽ. അല്ല, കുറേ പാരൻസ് ഒക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ ഞങ്ങൾക്കൊരു ബാധ്യതയാണ്, അല്ലെങ്കിൽ ഇവർ ഞങ്ങൾക്കൊരു പ്രശ്നമാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് മാറി. ഇപ്പോൾ ഫാറൂഖിൻ്റെ പാരൻസ് ചിന്തിച്ച പോലെ ഇവൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇവനിങ്ങനെ മോൾഡ് ചെയ്തെടുക്കാം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് വിശ്വസിക്കുന്നു. തിരിച്ചറിവ് ആർക്കാ വേണ്ടേ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ മാറ്റി നിർത്തുന്നതല്ല. ഞാൻ ചോദിക്കാം, ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിൽ എന്തിനാ ആ പാരൻസിന് ഇങ്ങനത്തെ കുട്ടികളെ കൊടുത്തു? അവരാണ് അതിൽ ഫിറ്റ് എന്ന് ദൈവം കണ്ടുപിടിച്ചുകൊണ്ടല്ലേ അവർ ഫിറ്റ്. അവർക്കതിന് ക്ഷമാശീലവും കപ്പാസിറ്റിയും എഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ് ദൈവം അവരെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള മക്കളെ കൊടുത്തത്. അല്ലെങ്കിൽ വേറൊരു പാരൻസിന് കൊടുത്താൽ പോലെയായിരുന്നു. ആ തിരിച്ചറിവ്, അതിൽ ഫിറ്റ് നിങ്ങളാണെന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ ആ തിരിച്ചറിവുള്ള നിങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് അത് ശരിയല്ല. നിർത്തുന്നുണ്ട്, ഇല്ല എന്നും പറയാൻ പറ്റില്ല. മാറ്റി നിർത്തരുത്. അവർ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് കൊടുക്കേണ്ട സ്നേഹം സാധാരണ ഒരു കുഞ്ഞിക്ക് കൊടുക്കുന്നതിനേക്കാൾ അതിൻ്റെ 100 ഇരട്ടി ഡബിൾ സ്ട്രോങ്ങിൽ കൊടുക്കണം. ഒരു കാര്യം പറയുന്നതിൻ്റെ 100 വട്ടം പറയേണ്ടി വരും. അതൊക്കെ ചിലപ്പോൾ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മടി തോന്നിയേക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്നത് അത് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കേട്ട അനുഭവമാണ്. കല്യാണത്തിന് എങ്ങനെ പോകും, പൊതുപരിപാടിക്ക് എങ്ങനെ പോകും, പോയാലെന്താണ്, എന്ത് പ്രശ്നം? ആ ചിന്ത മാറ്റിയെടുക്ക്. അങ്ങനെയൊന്നുമില്ല, പോകണം. അവരെ കൊണ്ടുപോയി ജനങ്ങളുടെ പരിചയമാണ്. അത്രേ ഉള്ളൂ. അത് എൻ്റെ മോളാണ് അല്ലെങ്കിൽ എൻ്റെ മോനാണെന്ന് പറയാനുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തണമല്ലേ? അതെത്തണം, ഏറ്റെടുക്കും. നിങ്ങൾ കൊണ്ടുപോയി കാണിച്ച് പരിപാടിക്ക് പങ്കെടുത്താൽ മാത്രമേ ഈ പാരൻസിൻ്റെ പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ ചിലപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരാൾ ശ്രദ്ധിക്കപ്പെട്ടാൽ അതിൽ മാതൃക ഞാനാണ്. എന്നെ ശ്രദ്ധിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ പൊതു സമൂഹത്തിനിടെ ഇങ്ങനെ ആയതും ഈ ലെവലിൽ ഇരുന്നതും. അത് മാത്രം മനസ്സിലാക്കിയാൽ പോലെ. അതത്രേ ഉള്ളൂ അതിൻ്റെ അകത്തുള്ള മോട്ടിവേഷൻ.
ഫാറൂഖ് ഉമ്മ എനിക്ക് മരിച്ചു ചെറുപ്പം. മരിച്ചു. എത്രാമത്തെ വയസ്സിലായിരുന്നത്? 3 വയസ്സ്. എൻ്റെ ഓർമ്മ ശരിയാണ്, കണ്ടിട്ടില്ല, ഓർമ്മയില്ല, ഫേസ് ഓർമ്മയില്ല. പക്ഷെ എന്തെങ്കിലും പറഞ്ഞുള്ള ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? ഉമ്മ നല്ല ആഗ്രഹമുണ്ട് ഈ മകനെ ഒരു സ്ഥലത്തേക്ക് എത്താം. ഉമ്മക്ക് നല്ല റോളുണ്ട്. മരണസമയത്ത് ഉമ്മക്ക് നല്ല ഇഷ്ടം എന്നോടായിരുന്നു. എൻ്റെ ഈ മകനെ മക്കളുണ്ടായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 5 കുട്ടികളുണ്ട്. 5 പേരിൽ ഏറ്റവും ഇഷ്ടം ഫാറൂഖിനാണ്. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ ഉമ്മ കെയർ ചെയ്തിരുന്നു. എൻ്റെ ഈ മകനെ നന്നായിട്ട് കെയർ ചെയ്യണം, എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാവരും നല്ല അടുത്തൊക്കെ എത്തിക്കണം എന്ന് ഉമ്മ പ്രാർത്ഥിച്ചിരുന്നു. പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബാക്കി ഉള്ളവർക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ ഉമ്മമാർ മാത്രം നമ്മളെ തള്ളി പറയൂല, തള്ളി പറയില്ല അല്ലെ? ബാക്കി ആര് തള്ളി പറഞ്ഞാലും എന്താ നമ്മുടെ അമ്മ അല്ലെങ്കിൽ അമ്മ സംഭവമാണ്. എന്താ അവർക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ഉമ്മയാണ്. അപ്പേക്കാൾ കൂടുതൽ ഉമ്മയാണ്. അത് തിരിച്ചറിയും. ഉമ്മാനെപ്പോഴും മിസ് ചെയ്തിട്ടുണ്ടോ? മിസ് കണ്ടിട്ടില്ല. കാണാത്ത ഉമ്മയെ ഊഹിക്കുന്നതിന് അപ്പുറമാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ഉമ്മയെ കാണാൻ പറ്റാത്തതിൻ്റെ ഫീലിംഗ് ഉണ്ട് എപ്പോഴും. എന്തെങ്കിലും ഉമ്മ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റൂല, പക്ഷെ എന്നാലും ആ ഒരു ഉമ്മയുടെ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാണെങ്കിൽ എന്തായിരിക്കും? ഉമ്മ കാണേണ്ടതായിരുന്നു. ഈ എത്തിപ്പിടിച്ച സ്ഥലം ഉമ്മ കണ്ട് ആസ്വദിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അത്രമാത്രം അതിൻ്റെ അകത്ത്. പക്ഷെ ഉമ്മ ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരിച്ചുപോയി. ഫാറൂഖിനെ പിന്നെ ഒരു 4 പേര് വേറെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവരെ വാപ്പാടെ കയ്യിൽ കൊടുത്തിട്ട് പോയി. ഈ 4 പേരെ നോക്കണതിനൊപ്പം തന്നെ ഫാറൂഖിനെ ആ ഒരു വാപ്പായും ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര കെയറിങ് ആണ്. വാപ്പ ഒരു സാധാരണ ഒരു ബിസിനസ്മാനാണ്. ചെറിയ ആ ബിസിനസ്മാനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ വളരെ ചെറിയ പ്രായത്തിൽ നിന്ന് വാപ്പക്കാരെ കേരളത്തിൽ വിട്ട് പഠിപ്പിച്ചത് വാപ്പയുടെ വലിയ മനസ്സിൻ്റെ അംഗീകാരമാണ്. എൻ്റെ മോനെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് ഈ ലെവലിലേക്ക് എത്തണമെന്ന് എൻ്റെ വാപ്പ ആഗ്രഹിച്ചത്. അതാണ് എനിക്കെന്നും എൻ്റെ വാപ്പയോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വാപ്പ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എന്തായാലും കാണുമല്ലോ പുള്ളി. അപ്പോൾ വാപ്പാനോട് എന്താ പറയാനുള്ളത്? വാപ്പയോട് മരിക്കോളും വാപ്പയോട് എന്താ പറയുക, ആ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. അത്രക്കും വാപ്പയോട് ഒരു കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞ് പെരുപ്പിക്കുന്നതിനപ്പുറമാണ്. അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഈ സമൂഹമൊക്കെ എന്നെ പറയുമ്പോൾ, എന്നെ ആശംസിക്കുമ്പോൾ, എന്നെ അഭിനന്ദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ വാപ്പയുടെ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കുറേ വേറെ അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുറേ ആളുകളുടെ മക്കൾ ആ പാരൻസിന് ഭയങ്കര ഒരു ദുഃഖമായിരിക്കും. കുറേ പേർക്ക് കുറേ വയസ്സായാലും അവർക്കൊരു 20, 30, 40 വയസ്സായാലും അവർക്കൊരു ദുഃഖമായിട്ട് ഇവർ മരിക്കണോളം ഒരു ദുഃഖമായിട്ട് കിടക്കും. ഫാറൂഖിനെ സംബന്ധിച്ചിടത്തോളം ഫാറൂഖ് എന്ന് പറയുന്ന വ്യക്തി വാപ്പാക്ക് ഒരു അഭിമാനമാണ്. അതിനെപ്പറ്റി എന്താ ചിന്തിക്കുന്നത്? അല്ല, ഫഫാസ് പറഞ്ഞപ്പോൾ ഈ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാരൻസ് എന്നോട് ഷെയർ ചെയ്ത പോയിൻ്റാണ് ഫഫാസ് ഇപ്പോൾ പറഞ്ഞത്. പല പാരൻസും ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കുഞ്ഞ് ആരും ഏറ്റെടുക്കില്ല. 100%. ഇപ്പോൾ വൃദ്ധസദനങ്ങൾ വരുന്നത് പോലെ ഭിന്നശേഷിക്കാരുടെ കെയർ സെൻറ്റർ അതിവിദൂരമല്ല, പല സ്ഥലത്തും വരും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അവർ മരിച്ചു കഴിഞ്ഞാൽ ഇവർ ആരേറ്റെടുക്കും? അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. അല്ല, അത് അവർക്ക് കൊടുക്കേണ്ട പൊട്ടൻഷ്യൽ, വിദ്യാഭ്യാസം, കഴിവ് കണ്ടെത്തി അവർക്ക് സ്വയം ജീവിക്കാനുള്ള സ്വയം പര്യാപ്തമാക്കുക, അതിലേക്ക് എല്ലാവരും എത്തിക്കുക. അല്ലാതെ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ മക്കൾ ആരെ ഏറ്റെടുക്കും? അറിയുന്നുണ്ട്. അത് ഫീലിങ്ങോട് പറഞ്ഞ പല പേരുണ്ട്. ഞാൻ പല പരിപാടിക്കും പങ്കെടുക്കുന്നുണ്ട്. അതിനെ മോട്ടിവേഷൻ കേട്ടതാണ്. ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾ ചേർത്ത് പിടിച്ച് ആർക്കും വിട്ടുകൊടുക്കില്ല ഈ മകളെ. പക്ഷെ ഞങ്ങൾ മരണശേഷം ഇതൊരു ചോദ്യചിഹ്നമാണ്, നല്ല ചോദ്യചിഹ്നമാണ്. പൊതുസമൂഹത്തിനോട് ഈ ചോദ്യചിഹ്നത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ ചോദ്യചിഹ്നത്തിലുള്ള ഉത്തരം എന്താ? ഉത്തരം നമ്മൾ എല്ലാവരും കൂടി കണ്ടുപിടിക്കണം. പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും എനിക്കൊരു ഉത്തരമല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനമ്മയും മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെവിടെ പോകും? അവരാര് നോക്കും? അവർക്കുള്ള ഭക്ഷണം ആര് കൊടുക്കും? ചിന്ത ഈ സമൂഹത്തിൻ്റെ ഉദിച്ചു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അവരെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കഴിവ് കണ്ടെത്തിയേ പറ്റൂ. അത് കണ്ടെത്തി അവനെ ആ ലെവലിലേക്ക് ജീവിക്കാൻ പറ്റാൻ അവനെ തേടി പൊതുസമൂഹം വരും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. വേറെ പ്രത്യേകിച്ച് കേരളത്തിൽ മാറ്റി നിർത്തലുകൾ ഉണ്ടാവില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരാളെ കണ്ടാൽ അയ്യോ മനോഭാവം ഉണ്ടെങ്കിലും കേരളക്കാർ നല്ലോണം ചേർത്തുപിടിക്കും. ലക്ഷദ്വീപ് വരെ ചേർത്തുപിടിക്കും. കേരളത്തിൻ്റെ ഡബിളാണ് ദ്വീപുകാർ. ഇന്ന വാപ്പയുടെ എല്ലാവരെയും അറിയാം. അത് ദ്വീപിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് മാറ്റി നിർത്തുന്നതിന് പകരം ചേർത്ത് പിടിക്കും. അത് എത്ര കാലത്തൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നില്ല. പകരം അവരിൽ എന്തെങ്കിലും കഴിവ്, സ്വയം പര്യാപ്തമാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അത്രമാത്രമേ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള പിള്ളേർക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ കൊടുത്തിട്ട്
എന്താ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും നിൽക്കാനുള്ളതൊക്കെ കൊടുക്കണം. ഞാൻ 1-2 വീഡിയോസിൽ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കമ്പനികൾ എന്തൊക്കെയോ പലതും ഉണ്ടാക്കുന്നുണ്ട്. പെണ്ണുണ്ടാക്കുന്നുണ്ട്, സാധാ ലെവലിലെ കടികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ ലെവലിൽ ജനങ്ങൾ ഏറ്റെടുത്ത് അങ്ങനത്തത് പ്രോത്സാഹിപ്പിച്ചാൽ മതി. അവർ ഒരു 100 രൂപ ഒരു ഭിന്നശേഷി കുട്ടി കിട്ടിയാലേ ഭയങ്കര സംഭവമാണ്. അതൊരു 1,00,000 രൂപ പോലെ അവന് ചിന്തിക്കും. ആ 100 രൂപ ഒരു ചിലവാക്കുന്ന രീതി തന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഭയങ്കര അനുഭവമാണ്. അവൻ്റെ 100 രൂപ കഷ്ടപ്പെട്ട് കിട്ടിയ 100 രൂപക്ക് ഭയങ്കര വില. വേറൊരാൾ കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതൽ അവൻ കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പെടുത്തി സ്വയം പര്യാപ്തമാകുന്ന രീതിയിലേക്ക് അവനെ എത്തിക്കണം. അതെല്ലാം വാല്യൂ ഉണ്ടല്ലേ, വാല്യൂ ഉണ്ട്, ഭയങ്കര വാല്യൂ ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ, ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു പയ്യനെ കാണാൻ പോയി. എൻ്റെ ഓർമ്മ ശരിയാണ്, CP തന്നെ, സെർബ്രൽ പാൾസി ഓട്ടിസം. എൻ്റെ വീഡിയോ ഇൻസ്റ്റയിലുണ്ട്. അവന് ഞാൻ ഒരു ഗിഫ്റ്റായിട്ട് സിൽക്ക് കൊടുത്തിട്ടു. അവൻ ഇന്ന് വരെ തിന്നിട്ടില്ല. അതിന് ആത്മാർത്ഥം ഒരു സിൽക്ക് കൊടുത്തു. അത് നോക്കി ഫറൂഖ് ഖാൻ എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിന്ത നോക്കണം, ഗിഫ്റ്റ് കൊടുക്കുന്നതിനല്ല, അവരെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവരത് സൂക്ഷിച്ചു പിടിക്കും. നമ്മളാണെങ്കിലോ ഇന്നിത് തീർന്നു നാളെ വേറെ എന്തോ വാങ്ങാം നല്ല ചിന്തയിൽ, പകരം അവരങ്ങനെയല്ല. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കണം. ആൾക്കാർ സ്വയം പര്യാപ്തമാക്കുക. അവർക്ക് ഇൻഡിപെൻഡൻറ്റ് പെണ്ണുണ്ടാക്കാൻ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ, വീട്ടിൽ കിടന്നിടത്ത് തന്നെ ചെയ്യാവുന്ന പല പണിയുണ്ട്. ബുക്ക് പെയിൻറ്റിങ്, അതൊക്കെ അവരെ ഏൽപ്പിക്കുക. അവർക്ക് ചെയ്യാവുന്ന സിമ്പിൾ പണികളൊക്കെ ജോലിയായിട്ട് അവർ കൊടുക്കുക. ഇപ്പോൾ ഓൺലൈനിൽ എന്തൊക്കെ നടക്കുന്ന DTP വർക്കൊക്കെ, പല പാൻ കാർഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. വളരെ അവർ വീട്ടിൽ കിടന്നിടത്ത് ചെയ്തിട്ട് പഠിപ്പിച്ചു വിട്ടാൽ പോലെ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്വയം എല്ലാവരും ജനങ്ങൾ ഏറ്റെടുക്കുക. അത്രമാത്രമാണ് ഇതിൻ്റെ അകത്ത് പറയാം. ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ്റിന് മാറി ഗവൺമെൻറ്റുകൾ വരാറുണ്ട്. പക്ഷെ എന്നാലും ഈ ഗവൺമെൻറ്റുകൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുള്ളൊരു അപ്രോച്ച് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അല്ല, ഗവൺമെൻറ് എന്തും പോസിറ്റീവാണ്. കാരണം ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഒരിക്കലും ഇത്തരത്തിലുള്ള സമൂഹത്തോട് ഒരിക്കലും വേറൊരു മനോഭാവം കാണിക്കില്ല. ഒരു ഗവൺമെൻറ്റും ഇങ്ങനെയുള്ള ഒരാളോടും കാണിച്ചിട്ടുള്ള ദ്രോഹം കാണിക്കില്ല, ഉറപ്പാണ്. ഒരിക്കലും കാണിക്കില്ല. അത് വെറുതെ വിമർശന ഇതിൽ കാണുന്നത് ഏത് പാർട്ടി ഭരിച്ചാലും. അത്രേ ഉള്ളൂ. ഗവൺമെൻറ്റുള്ള അതേ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട് എന്ന തിരിച്ചറിവാണ് എനിക്കുള്ളത്. ചൈൽഡ്ഹുഡിലേക്ക് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ വളർന്നു വന്ന വഴികൾ നോക്കുകയാണെങ്കിൽ, ചിലപ്പോൾ വിഷമിച്ചിരുന്ന സമയങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരുന്ന സമയങ്ങളുണ്ടാവാം. പക്ഷെ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞൊരു വാക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ ചെയ്തൊരു പ്രവൃത്തി, ഇപ്പോൾ നേരത്തെ ഒരു പയ്യനെ പറ്റി പറഞ്ഞില്ലേ, അവന് ഫാറൂഖ് കൊണ്ടുവന്നൊരു ഡയറി മിൽക്ക് കൊടുത്തപ്പോൾ അത് അവന് ഭയങ്കര സന്തോഷമായിരുന്നല്ലേ. അതുപോലെ നെഞ്ചിൽ തട്ടിയ അല്ലെങ്കിൽ ഹൃദയത്തിൽ കൊണ്ട് ഇപ്പോഴും ഓർത്ത് വെക്കണം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്നെപ്പോലുള്ള ഒരാൾ ആ ലെവലിലൊക്കെ ചിന്തിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടെ മാറ്റി നിർത്തുന്നിടത്താണ് നമുക്ക് സിനിമക്ക് പോവാം, നമുക്ക് കമ്പനി അടിക്കാം, നമുക്കൊരു ടൂർ പോവാം. അങ്ങനെ ഈ ലെവലിലേക്ക് ചിന്തിക്കുന്ന ഫ്രണ്ട്സ് ഉള്ള എൻ്റെ വിജയത്തിന് മുഖ്യ പങ്കുണ്ട്. എല്ലാവരും അതുപോലെ ചിന്തിക്കണം. പൊതുസമൂഹത്തിനിടയ്ക്ക് ഇവരെ കൊണ്ടുവരണം. ഇത്രയേ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. ഇവരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കും എല്ലാവരും. ഇത്രയേ ഉള്ളൂ. അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നെങ്ങാൻ സന്തോഷിപ്പിച്ചാൽ അവരുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന സുഖമില്ലേ, അതിൻ്റെ സുഖം അറിഞ്ഞ ആളാണ് ഞാൻ. അത് അത്രമാത്രമേ ഇതിൻ്റെ അകത്ത് പറയാം. ശരിക്കും പറഞ്ഞാൽ പാരൻസൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഫ്രണ്ട്സിനോട്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അപ്പച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സംഭവമാണ്. എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ്. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു. ബാക്കിയുള്ള ജീവിതം കൊണ്ട് ഈ ഒരു സൊസൈറ്റിക്ക്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഇനി ഇത് ചെയ്യണം എന്ന് ആഗ്രഹിക്കണം ആ ഒരു കാര്യം എന്താ? എൻ്റെ ജീവിതം കൊണ്ട് അതാ പറഞ്ഞത്, ലക്ഷദ്വീപിലും ഈ ഭിന്നശേഷി ആരോഗ്യ മേഖല എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് ഈ വീഡിയോ കാണുന്ന ഈ സമൂഹത്തോട്, ഇതിൻ്റെ പ്രേക്ഷകരോട്, ഈ ലക്ഷദ്വീപ് ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ വളരെ ബുദ്ധിമുട്ട് ഉള്ള ലൊക്കേഷനാണ്, വളരെ ഐസൊലേറ്റഡാണ്. അവിടെ ആരോഗ്യ മേഖല, ഭിന്നശേഷിക്കാരുടെ അവരുടെ വിദ്യാഭ്യാസ മേഖല, അവർക്ക് വേണ്ട ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള സെൽഫ് സസ്റ്റൈൻ. അവിടെ പല പ്രൊഡക്റ്റും ഉണ്ട്. അവിടുത്തെ ദ്വീപുണ്ട കേട്ടിട്ടുണ്ടാവില്ലേ, ദ്വീപ് പിക്കിൾസ്, ദ്വീപ് മാസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ദ്വീപിലുണ്ട്. അതൊക്കെ ഭിന്നശേഷിക്കാരിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ സന്തോഷം വേണമെന്നില്ല. പകരം അവരുടെ ആരോഗ്യ മേഖല, ഞങ്ങൾ ഒരു ചെറിയ കൈയിൻ്റെ ഒന്ന് ഒടിഞ്ഞാൽ ഞങ്ങൾക്ക് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വരണം. നല്ല ചിലവാണ്. കൈയൊടിഞ്ഞാലോ കാലൊടിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സയോ സർജറിയോ അതൊക്കെ ഞങ്ങൾ കേരളവുമായി ഒരു ഭിന്നശേഷിക്കാരെന്തെങ്കിലും അനുഭവിച്ചാൽ വളരെ ചെറിയ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മാത്രമേ ദ്വീപിലുള്ളൂ.
അതിനപ്പുറമുള്ള ചികിത്സ വേണമെങ്കിൽ വൻകരയിലേക്ക് വരണം, കേരളത്തിലേക്ക് വരണം, കൊച്ചിയിലോട്ട് വരണം. ഏകദേശം എത്ര നേരം എടുക്കും അവിടുന്ന് ഇവിടെ വരെ എത്താൻ? കപ്പലിലാണെങ്കിൽ ഒരു 20-21 മണിക്കൂർ. ചോപ്പറാണ്, ഹെലികോപ്റ്ററാണ്. ആംബുലൻസ് ഇവിടെ ആംബുലൻസ് വണ്ടിയാണ്, ഇതാണെങ്കിൽ അവിടെ ഹെലികോപ്റ്ററാണ്. ആംബുലൻസ് ഹെലികോപ്റ്റർ എത്താൻ എത്ര നേരം എടുക്കും? 1.5-2 മണിക്കൂർ. അപ്പോൾ അത്രയും തരത്തിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആരോഗ്യമേഖലയ്ക്ക് എന്തൊക്കെ ഈ കേരളത്തിലെ നല്ല ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ സെൽഫായിട്ട് സസ്റ്റൈനബിൾ ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ സഹായ സഹകരണങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്നു. അത് മാത്രമേ ഇതിനകത്ത് പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഭയങ്കര അടിപൊളിയാണ്. ഒരുപാട് പേരെ നമ്മളങ്ങനെ സഹായിക്കുന്നുണ്ട്. മാസ് ഫണ്ടിങ് അല്ലെങ്കിൽ മാസമായിട്ട് ഒരുപാട് ആൾക്കാരിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് അങ്ങനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കാൻ ഹാപ്പി ആവും. 100%. ചാരിറ്റി ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ കണ്ടുപിടിക്കണം കുറേ ആൾക്കാർ. കാരണം ചാരിറ്റി, മനുഷ്യത്വം കൂടുതലുള്ള സ്ഥലം കേരളം. ദ്വീപ് പോലെ, ദ്വീപ് ഇതിനേക്കാൾ ഡബിൾ ആണെങ്കിലും ദ്വീപിൽ സാഹചര്യങ്ങളില്ല. പക്ഷേ ഇവിടെ സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്താണ് 34 നമ്മുടെ ബോച്ചയുടെ വീഡിയോ ആണല്ലേ, ഇബ്രാഹിമിൻ്റെ 34 ഞാൻ അതിൻ്റെ സമാപനത്തിലുണ്ടായിരുന്നു ബോച്ചൻ്റെ കൂടെ. ഇപ്പം ഞാൻ അനുഭവമാണ്. കേരളക്കാർ കൈപിടിച്ചാൽ വിജയിക്കാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ വന്നതും അത് പ്രതീക്ഷിച്ചാണ്. അങ്ങനെയുള്ള സപ്പോർട്ടും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. നല്ല ആളുകളാണ് നമ്മളോട് കൂടെ ചിരിക്കാൻ. ഇത്ര നല്ല ആൾക്കാരെ കിട്ടുമ്പോൾ നമ്മളവരെ ഒരിക്കലും വേറൊരു ലെവലിലേക്ക് എടുക്കേണ്ടത് നല്ല ആ സപ്പോർട്ടാണ്. വളരെ സന്തോഷം. എനിക്ക് പറഞ്ഞാൽ ഞാനൊന്നും അത്ര പോസിറ്റീവ് ഒന്നുമല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്കതില്ല, എനിക്കിതില്ല, ഞാൻ ഉള്ളവരും ഓപ്പണായിട്ട് സംസാരിച്ചാൽ എനിക്കതില്ല, അല്ലെങ്കിൽ എനിക്കിതില്ല, എൻ്റെ അത് ശരിയായില്ല, എൻ്റെ ഇത് ശരിയായില്ല, എൻ്റെ ആ സാഹചര്യം കറക്റ്റല്ല, എൻ്റെ ഈ സാഹചര്യം കറക്റ്റല്ല. പക്ഷേ ഉമറിനോട് സംസാരിച്ചപ്പോൾ ഒരു പോസിറ്റീവാണ്. ഞാൻ ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യം ചോദിച്ചാലും ഉമർ ഫാറൂഖ് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ ഒരു സീക്രട്ട് എന്താ? ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്മൾ നെഗറ്റീവോട് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ്? നമ്മളിലുള്ള പോസിറ്റീവ് മറച്ചു വെച്ച് നമ്മളിൽ കാണുന്ന ചെറിയ ചെറിയ നെഗറ്റീവ് ബൂം ചെയ്യുന്ന സമൂഹമാണ് നമ്മളെല്ലാവരും. ഞാൻ പറഞ്ഞല്ലേ, നമ്മളെല്ലാവരും ബൂം ചെയ്യുന്നത് നമ്മുടെ നെഗറ്റീവ് മാത്രമാണ്. ഞാൻ എൻ്റെ നെഗറ്റീവ് കൊണ്ട് ജീവിതം പോസിറ്റീവ് ആക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ ഫേസ് കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് പോസിറ്റീവ് ആക്കാൻ ആഗ്രഹിക്കും. നെഗറ്റീവ് അല്ല നമ്മൾ അകത്തുള്ള പോസിറ്റീവ് മാറ്റി വെക്കും. നെഗറ്റീവ് എടുത്തെടുത്ത് അത് ഷോ ചെയ്യും. അതുകൊണ്ടാണ് ഫൗസ് ഇപ്പോൾ പറഞ്ഞതിന് അത് വിട്ടേക്ക്, നെഗറ്റീവ് വിട്ട് പോസിറ്റീവ് മാത്രം എടുത്ത് പോസിറ്റീവിലൂടെ ജീവിച്ചു. അപ്പോൾ നെഗറ്റീവൊക്കെ പോയിക്കോളും. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഈ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മുടെ ഈ ഒരു ഓഡിയൻസിനടുത്ത്? ഞാൻ ഇത്ര വലിയ പോസ്റ്റിലേക്ക് എന്തായാലും സമൂഹം എന്നെ ഇരുത്തിയില്ലേ. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ബാധ്യത, ഉത്തരവാദിത്വം കൂടിപ്പോയി. ഒന്നുമില്ലാത്ത സമയത്ത് ചെയ്തതിനേക്കാൾ ഇത്രയും നല്ലൊരു അംഗീകാരം കിട്ടിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് ഈ ഭിന്നശേഷി സമൂഹത്തോടും അവരുടെ രക്ഷിതാക്കളോട് ചെയ്യുന്ന മോശമാണ്, വളരെ മോശമാണ്. അതിന് ബന്ധമായി അവരുടെ ഇപ്പോഴത്തെ ഇത് +2 ഇൻക്ലൂസീവിലാണ്. അവിടെ നോർമൽ സ്കൂളാണ് പല കുട്ടികളെയും വിടുന്നത്. അവിടെ നിന്ന് സെറ്റ് ചെയ്ത് +2 ലെവൽ കഴിഞ്ഞ കുറേ കുട്ടികൾ അവരുടെ പ്രൊഫഷണൽ കോഴ്സ്, ടെക്നിക്കൽ കോഴ്സ് അതൊന്നും പലയിടത്തും ഇല്ല. ഭിന്നശേഷിക്കാരുടെ അതോ ഭിന്നശേഷിക്കാരുടെ മറ്റുള്ള കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ലക്ഷദ്വീപ് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഭിന്നശേഷി സമൂഹത്തിനും കൂടി അവർക്ക് വേണ്ട കോഴ്സുകളുടെ കോളേജുകളൊക്കെ സെലക്ട് ചെയ്ത് സാധ്യതകൾ ഉണ്ടാക്കാൻ കൂടി ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ വിദ്യാഭ്യാസം, സ്കൂളുകൾ, ഭിന്നശേഷി സ്കൂളുകൾ, ഭിന്നശേഷിക്കാരൊക്കെ സെൽഫായിട്ട് സസ്റ്റൈനബിൾ ആവേണ്ട കുറേ പരിപാടികൾ, അതിന് അവസരം ഉണ്ടാക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നു. അത് എന്തെങ്കിലും ഉമർ ഫാറൂഖിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനു വേണ്ടി എന്തെങ്കിലും മൂവ്മെൻറ്റോ കാര്യങ്ങളോ? ഞാൻ ഓൾറെഡി കുറേ ആളുകളോട്, എക്സ്പേർട്സ് ടീമിനോടൊക്കെ സംസാരിച്ചു. ഒരു 2-3 എക്സ്പേർട്ട് ടീമിനൊക്കെ ദ്വീപിലേക്ക് കൊണ്ടുപോകും. സെപ്റ്റംബറിനുള്ളിൽ പഠനം നടത്തും. അതിന് മുൻകരുതൽ എന്നോണം ഒരു അസസ്മെൻറ്റ് ക്യാമ്പൊക്കെ നടത്തും. അതിൻ്റെ മൂവ്മെൻറ്റിലാണ്. അത് സെപ്റ്റംബർ ഇപ്പോഴുള്ള 3 മാസം മൺസൂണാണ്. കാലാവസ്ഥ മാറി ദ്വീപിൽ പല പരിപാടികളും നടക്കില്ല, കപ്പലുകൾ കുറവായിരിക്കും. അടുത്ത ആഫ്റ്റർ മൺസൂണിന് ശേഷം പുതിയ ഒരു ടീമിനെ കൊണ്ടുപോയി, റിസർച്ച് ടീമിനെ കൊണ്ടുപോയി അവിടുത്തെ സാഹചര്യങ്ങൾ പഠിച്ച് ചെയ്യാവുന്ന ഞാൻ ചെയ്യും. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് നിൽക്കുന്നത്. അത് ചെയ്യാൻ പറ്റട്ടെ. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും അതിരെ. പിന്നെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടപ്പോൾ അടിയിൽ വൈഫിൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതൊന്ന് വായിച്ചോട്ടെ. വായിച്ചോ. എൻ്റെ ലൈഫ് പാർട്ട്ണർ ഫറു, പ്രൗഡ് ഓഫ് യു ഡിയർ. ഫറൂഖ വീട്ടിൽ വിളിക്കുന്നത് വാക്കുകളിലുണ്ട് ജീവിതത്തിൽ നേരിട്ട ഓരോ കയ്പ് നിറഞ്ഞ ജീവിത പോരാട്ടം. മാറ്റി നിർത്തുന്നവർക്കുള്ള ഒരു വലിയ പാഠം തന്നെയാണ് ഈ ലൈഫ്. ഇത് റിയൽ ലൈഫ് ഇൻസ്പിറേഷണൽ സ്റ്റോറി. സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജാണ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഫറു അറിയിക്കാൻ പോയത്.
കോടിയാവുന്നതിനേക്കാൾ സന്തോഷം കിട്ടിയത് സ്വന്തം ലൈഫിൽ നേരിട്ട അനുഭവം പങ്കുവെക്കുകയും അതിൽ നിന്ന് അതിജീവിച്ച സ്റ്റോറി വേറെ പല ആവശ്യകതകൾ അനുഭവിച്ച് ജീവിക്കുന്നവർക്കുള്ള മോട്ടിവേഷൻ കൂടിയാണ്. മറ്റുള്ളവർക്ക് മാതൃകയാണ് ഫറു. ആ ഒരു വൈഫിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാരി ഭയങ്കര പ്രൗഡാണ്. പുള്ളിക്കാരത്തി സ്പെഷ്യൽ ടീച്ചറാണ്. സ്പെഷ്യൽ ടീച്ചറാണ്. ഞാൻ പുള്ളിക്കാരത്തെ സെലക്ട് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ്. ലവ് മാരേജ് ആണോ? ലവ് അല്ല, പക്ഷേ ദ്വീപിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക്, സ്പെഷ്യൽ സ്കൂളിലേക്ക് എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുന്നതാണ്, അതിഥിയെ. അപ്പോൾ പോയപ്പോൾ അവിടെയുള്ള സ്കൂളിൽ അവരോടൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ദ്വീപിന് വേണ്ടി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ റിസർച്ചറെ കൊണ്ടും ഒരു ഈ പരിപാടി 13 കൊല്ലം മുമ്പ് ഈ ടീം വൈഫിൻ്റെ ഫ്രണ്ട്സ് സ്പെഷ്യൽ ടീച്ചർമാർ ദ്വീപിൽ 9 ദ്വീപിലും വിസിറ്റ് ചെയ്തു, അസസ്മെൻറ്റ് നടത്തി, ക്യാമ്പ് നടത്തിയ പഠനത്തിൻ്റെ പുറത്താണ് ദ്വീപിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷിക്കാരുടെ പുരോഗമനത്തിൽ അവർ ചെയ്ത സേവനത്തിൻ്റെ അംഗീകാരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ചക്കര സ്കൂൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ പഠനം നടത്തി ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തിയതിന് പുറത്താണ്. അതുകൊണ്ട് അവരുടെ ഒരു 100% സപ്പോർട്ടാണ് ആ മേഖലയിൽ എൻ്റെ ഇടപെടൽ. അത്രമാത്രം അതിൻ്റെ അകത്ത് പറയാൻ. ഉമർ ഫാറൂഖിൻ്റെ റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ സ്റ്റോറി നമ്മൾ കേട്ടു. ഒരുപാട് ആൾക്കാർക്ക് ഇത് മോട്ടിവേഷൻ ആവട്ടെ, അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ. ബെസ്റ്റ് വിഷസ്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫവാസ് ആൻഡ് തവാസിൻ്റെ ടീമിനോട് കടപ്പെട്ടിരിക്കുന്നു. എന്നെ ക്ഷണിച്ചതും ഇവിടെ ഇരുത്തിയതിനും നിങ്ങളോട് പ്രത്യേകം നന്ദിയും കടപ്പാടും പറയുന്നു. താങ്ക് യു.